മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. LIC പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ LIC പെൻഷനേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. കണ്ണൂരിൽ നടന്ന പരിപാടി ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് PP കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ഇൻഷുറൻസ് മേഖലയിൽ 100% വിദേശ നിക്ഷേപം അനുവദിക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റ് തീരുമാനം പൊതുമേഖലയിലെ LICയെ ദുർബലപ്പെടുത്തും. അത് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്വാശ്രയത്വം അപകടത്തിൽപ്പെടുത്തും. കൂടാതെ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും താൽപ്പര്യങ്ങളെയും ഹാനികരമായി ബാധിക്കും. പൊതുമേഖലാ ഇൻഷുറൻസിനെ ശക്തിപ്പെടുത്താൻ ആവശ്യമായ നടപടികളാണ് ഉണ്ടാവേണ്ടത്. പൊതുമേഖലയുടെ സംരക്ഷണത്തിനായി കേരള ഗവൺമെന്റ് എടുക്കുന്ന ബദൽ നയങ്ങൾ ഇക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് മാതൃകയാക്കണം. അതിനായി റിട്ടയർ ചെയ്തവരും ജീവനക്കാരും ഒരുമിച്ച് ആവശ്യപ്പെടണമെന്നും സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് PP കൃഷ്ണൻ പറഞ്ഞു. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തെ അതിനോടൊപ്പം നിന്നുകൊണ്ട് പോകാനുള്ള ഒരു പുതിയ പ്രവണത നമ്മുടെ കോർപ്പറേറ്റ് മാനേജ്മെന്റ് പ്രകടിപ്പിക്കുക. അതിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെയുള്ള മാനേജ്മെന്റ് വളരെ സ്വതന്ത്രമായി LICയുടെയും അതിനകത്തുള്ളവരുടെയും താല്പര്യത്തോടൊപ്പം നിൽക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇന്ന് ജീവനക്കാർക്ക് നേരെ എതിർ ദിശയിൽ നിൽക്കുക എന്നുള്ള നിലപാടിലേക്ക് മാനേജ്മെന്റ് പോകും. നമ്മൾ വിദേശ നിക്ഷേപത്തെ എതിർക്കുമ്പോൾ മാനേജ്മെന്റ് അതിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ലേബർ കോഡുകളെ എതിർക്കുമ്പോൾ മാനേജ്മെന്റ് അതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. നമ്മൾ ബോർഡ്സ് ഉടമകളുടെ താല്പര്യമാണ് പ്രധാനം എന്ന് പറയുമ്പോൾ മാനേജ്മെന്റ് പറയുന്നത് ഷെയർ ഹോൾഡറുടെ താല്പര്യമാണ് പ്രധാനം. ആ രീതിയിലേക്ക് ഒരു എതിർ ദിശയിലേക്ക് സഞ്ചരിക്കുക എന്നുള്ളത് ഇന്ന് കോർപ്പറേറ്റ് മാനേജ്മെന്റ് സ്വഭാവമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പമാണ് ട്രേഡ് യൂണിയനുകളുള്ള അവരുടെ സമീപനം. KK ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. പെൻഷനേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ഡിവിഷണൽ ജോയിന്റ് സെക്രട്ടറി MK ബാലകൃഷ്ണൻ സംഘടനാ കാര്യങ്ങൾ വിശദീകരിച്ചു. PP ഈശ്വരൻ നമ്പൂതിരി, KM ശ്രീനിവാസൻ, M ഭാസ്കരൻ, N അനിൽകുമാർ, പ്രഭാത് കുസുമം, PC രാമൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.